ദ ജേർണലിസ്റ്റിലേക്ക് ഇറാന് മുന്നിൽ പിന്നെയും പരാജിതരായി കൊണ്ടിരിക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും. ഏറ്റവും ഒടുവിൽ സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ 18 മണിക്കൂർ നീണ്ടുനിന്ന നിർണായക ചർച്ചകൾക്കൊടുവിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള അന്തിമ വെടിനിർത്തൽ കരാറിന്റെ ആദ്യ ഭാഗം അത് ഒപ്പുവെക്കുകയായിരുന്നു. അതായത് 60 ദിവസത്തേക്കുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാർ. ഈ കരാർ നിലവിൽ വന്നതിന് പിന്നാലെ ഇറാൻ മുട്ടുമടക്കിയെന്നും ഹോർമുസ് കടലിടുക്ക് ഇറാന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുവെന്നും അമേരിക്കയുടെ തന്ത്രങ്ങൾ വിജയിച്ചുവെന്നും ഇസ്രായേലിന്റെ നീക്കങ്ങളൊക്കെ ലക്ഷ്യം കണ്ടുവെന്നും ഇറാൻ ഒന്നുമല്ലാതായിപ്പോയെന്നും ഒക്കെ പറഞ്ഞ് നിരവധി പ്രചാരണങ്ങൾ നമുക്കിടയിൽ നടത്തുന്നുണ്ട്. അതായത് ഇറാൻ എന്ന ഇസ്ലാമിക റിപ്പബ്ലിക് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പദ്ധതികൾക്കനുസൃതമായി വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ച് പിന്മാറിയെന്നാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രചാരണം. വാസ്തവത്തിൽ സംഭവിച്ചത് എന്താണ്? ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ജനീവയിൽ വെച്ച് നടന്ന നിർണായക യോഗത്തിൽ കരാറിൽ ഒപ്പിട്ട് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് അടക്കമുള്ളവർ തിരികെ അമേരിക്കയിലേക്ക് പോകുമ്പോൾ സത്യം പറഞ്ഞാൽ അത് തന്ത്രപരമായ ഒരു തലയൂരലാണ്. കാരണം ഇറാനുമായി ഇനി യുദ്ധം ചെയ്യാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന വിധത്തിൽ ഇറാൻ പറഞ്ഞതെല്ലാം അംഗീകരിച്ചു കൊടുത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവർ പിന്തിരിഞ്ഞു പോകുന്നത്. എന്ന് മാത്രമല്ല, ഹോർമുസ് കടലിടുക്ക് ഒരു നിർണായകമായ ശാക്തിക കേന്ദ്രമായി പൊടുന്നനെ ഉദയം ചെയ്തിരിക്കുന്നു എന്നുള്ളതും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ്. കാരണം ഈ കരാർ നിലവിൽ വന്നതോടുകൂടി ഏറ്റവും പരമപ്രധാനമായി സംഭവിക്കുന്നത് ഹോർമുസ് കടലിടുക്കിൽ ചരിത്രത്തിൽ ഇന്നു വരെ ഇല്ലാത്ത സമഗ്രമായ ആധിപത്യം ഇറാന് ലഭിക്കുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇനി ഹോർമുസ് കടലിടുക്ക് ഇറാന്റെ തന്ത്രപരമായ ഒരു നെഗോഷിയേഷൻ പോയിന്റ് ആയിരിക്കും. അതായത് ഇനി എന്തു തരത്തിലുള്ള സമ്മർദ്ദങ്ങളോ തിരിച്ചടികളോ ഇറാനുമേൽ വരികയാണെങ്കിൽ ഇറാന് സമ്മർദ്ദ തന്ത്രമായി ഹോർമുസിനെ ഉപയോഗിക്കാൻ കഴിയും എന്ന് ചുരുക്കം. അത് ചെറിയൊരു ആയുധമല്ല, അത് ശരിക്കും പറഞ്ഞാൽ ഇറാന് നൽകപ്പെട്ട ഒരു വജ്രായുധമാണ്. അതായത് ഈ യുദ്ധം ആരംഭിച്ച് ഇറാനെ ഇല്ലാതാക്കാൻ ഇറങ്ങി പുറപ്പെട്ട അമേരിക്കയും ഇസ്രായേലും ചരിത്രത്തിൽ ഇന്ന് വരെ ഇറാന് ലഭിച്ചിട്ടില്ലാത്ത അത്രയും ശക്തിയുള്ള ഒരു വജ്രായുധം ഇറാന് നൽകിയിട്ടാണ് ഇപ്പോൾ അവിടെ നിന്നും മടങ്ങുന്നത് എന്ന് ചുരുക്കം. അത് ഇറാൻ നൽകുന്ന ധൈര്യം അല്ലെങ്കിൽ ഇറാന് നൽകുന്ന പോരാട്ട വീര്യം ചെറുതല്ല. അതുകൊണ്ട് തന്നെ ഇനി ഇറാനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല ആർക്കും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇറാനെ സംബന്ധിച്ച് ഇറാന് മുന്നിൽ ഉണ്ടായിരുന്ന സകല വെല്ലുവിളികളും ഉപരോധങ്ങളും പ്രതിസന്ധികളും സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ തീരുകയാണ്. ഇതിനൊക്കെ കാരണമായത് ഈ യുദ്ധമാണ്. ശരിയാണ്, ഈ യുദ്ധം കൊണ്ട് ഇറാന്റെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ പദവിയിൽ ഉണ്ടായിരുന്ന നിരവധി പേർ കൊല്ലപ്പെട്ടു. അവരുടെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയുടെ ജീവൻ തന്നെ അവർക്ക് നഷ്ടമായി. അതുപോലെ തന്നെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഫിസിക്കലായിട്ട് ഇറാന് സംഭവിച്ചിട്ടുണ്ട്. അവരുടെ നിരവധിയായ റോക്കറ്റ് ലോഞ്ചിങ് പാഡുകൾ തകർക്കപ്പെട്ടു. അവരുടെ പല സൈനിക കേന്ദ്രങ്ങളും ആക്രമിക്കപ്പെട്ടു. അവരുടെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായി. വാതക പ്ലാന്റുകൾക്ക് നേരെ ആക്രമണങ്ങളുണ്ടായി. ഖാർഗ് ദ്വീപ് പോലും പിടിച്ചെടുക്കാൻ ശ്രമങ്ങളുണ്ടായി. അങ്ങനെ പല വിധത്തിലും വലിയ തോതിലുള്ള ആക്രമണങ്ങളൊക്കെ ഇറാൻ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഇത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനൊക്കെ പകരമായി അതിനേക്കാൾ അനേകായിരം ഇരട്ടി ശക്തിയുള്ള പലതും ഇനി ഇറാന്റെ ഭാവി നിർണ്ണയിക്കുന്ന പല സുപ്രധാനമായ ഘടകങ്ങളും ഈ യുദ്ധത്തിലൂടെ ഇറാന് ലഭിച്ചു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനമായി കാണേണ്ട വസ്തുത. അപ്പോൾ പലരും ഇറാൻ തകർന്നു, ഇറാൻ തീർന്നു എന്നൊക്കെ പറഞ്ഞ് നിരവധി വീഡിയോകൾ യൂട്യൂബിലൂടെ തള്ളിമറിക്കുകയാണ്. ഇറാൻ ഒടുവിൽ മുട്ടുകുത്തി, അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും മുന്നിൽ ഇറാൻ വീണു എന്ന തരത്തിലൊക്കെ വലിയ പ്രചാരണങ്ങൾ, അതും ഇറാന്റെ ഇസ്ലാമിക ഭരണം തീരുകയാണ്, ഇനി അമേരിക്ക പറയുന്ന പോലെ ഇറാൻ നടക്കേണ്ടി വരും എന്ന രീതിയിലൊക്കെയുള്ള പല ചർച്ചകളും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഹോർമുസ് കടലിടുക്ക് വളരെ തന്ത്രപ്രധാനമായ ഒരു മേഖലയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ നിയന്ത്രണം മുഴുവൻ ഇറാന് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇത് ഇനി അങ്ങോട്ടുള്ള കാലത്ത്, അതായത് ഇനിയുള്ള ലോകക്രമത്തിൽ ഇറാൻ്റെ ശക്തി എത്രത്തോളം നിർണായകമാണ് എന്ന് തെളിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഹോർമുസ് എന്ന് പറയുന്ന ആയുധം ഇനി ഇറാൻ നിരന്തരമായി ഉപയോഗിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇറാൻ ഈ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം ഏതാണ്ട് 60-ലധികം കപ്പലുകൾ അതിലെ കടന്നുപോയി എന്നാണ് പറയുന്നത്. കാരണം ഇറാൻ അംഗീകരിച്ചതുകൊണ്ട് ഇറാൻ പറയുകയാണ്, ശരി, കരാർ നിലവിൽ വന്നിരിക്കുന്നു, അതുകൊണ്ട് ഇനി കപ്പലുകൾക്ക് പോകാമെന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിയതോടുകൂടി അതിലെ
കപ്പലുകൾ സ്വതന്ത്രമായി പോവുകയാണ്. അപ്പോൾ ഇറാൻ തടയുന്നില്ല എന്നുള്ളത് മാത്രമാണ് ആ കപ്പലുകൾ കടന്നു പോകുന്നുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ അതിൻ്റെ മറ്റൊരു അർത്ഥം എന്ന് പറയുന്നത്, ഇനി ഇറാൻ വിചാരിച്ചാൽ കപ്പലുകളെ അവിടെ ബ്ലോക്ക് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ്. അത് ഇറാനെ സംബന്ധിച്ച് വലിയ ഒരു ആയുധമാണ്. അതുകൊണ്ട് തന്നെ ഇനി അറബ് രാജ്യങ്ങൾ ഒരിക്കലും ഇറാനെതിരായിട്ടുള്ള ഒരു നീക്കത്തെയും പിന്തുണയ്ക്കില്ല. അത് അമേരിക്ക നടത്തിയാലും ഇസ്രായേൽ നടത്തിയാലും ആര് നടത്തിയാലും ഇറാനെതിരായിട്ടുള്ള ഒരു നീക്കം പശ്ചിമേഷ്യയിൽ നടക്കാൻ അറബ് രാജ്യങ്ങൾ സമ്മതിക്കില്ല എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത്. നമ്മൾ ഓർത്തു നോക്കണം, മുമ്പ് അമേരിക്ക യുദ്ധത്തിന് ഇറങ്ങിത്തിരിച്ച സമയത്ത് ആദ്യഘട്ടത്തിൽ അറബ് രാജ്യങ്ങൾ അമേരിക്കയോട് പറഞ്ഞതാണ് ഇറാനെ ആക്രമിക്കരുത്, ആക്രമിച്ചു കഴിഞ്ഞാൽ ഇറാൻ അതിശക്തമായി തിരിച്ചടിക്കും, അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന് പറഞ്ഞപ്പോൾ അന്ന് അമേരിക്ക പറഞ്ഞത് ഇറാന്റെ കരുത്തിനെ അങ്ങനെ കാര്യമായി കാണേണ്ട, ഇറാൻ ഏത് തരത്തിലുള്ള തിരിച്ചടികൾ നൽകിയാലും നമുക്കതിനെ പ്രതിരോധിക്കാൻ കഴിയും, അതിനെ അതിശക്തമായി തിരിച്ചടിക്കാൻ കഴിയും, അതുകൊണ്ട് തന്നെ ഇറാൻ അങ്ങനെ ഉയർന്നു വരുമെന്നും നിങ്ങൾ കരുതേണ്ടതില്ല എന്ന മട്ടിലൊക്കെ പറഞ്ഞ് ഇറാന്റെ കരുത്ത് കുറച്ച് കണ്ട് ഇറാന് നേരെ ഇറങ്ങി പുറപ്പെട്ടതാണ് അമേരിക്കയും ഇസ്രായേലും. അപ്പോൾ അമേരിക്ക പറഞ്ഞ വാക്ക് വിശ്വസിച്ച് അന്ന് ഇറാനെതിരെ നിലപാടെടുത്ത അറബ് രാജ്യങ്ങൾ പിന്നീട് അങ്ങോട്ട് ശക്തമായ തിരിച്ചടികൾ ഏറ്റുവാങ്ങി വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ അറബ് രാജ്യങ്ങൾക്ക് ഇറാന്റെ കരുത്ത് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ വലിയ ആക്രമണങ്ങൾ അമേരിക്ക നടത്തുമ്പോഴും ഹോർമുസിൽ ഉൾപ്പെടെ കരസേനയെയും വ്യോമസേനയെയും നാവികസേനയെയും ഒരേ സമയം തിരിച്ചടിച്ച് പിടിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ പ്രതിരോധിച്ച് ശക്തമായി നിൽക്കുന്ന ഇറാനെയാണ് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്. ഇറാനെ പരിപൂർണമായി ഡിഫീറ്റ് ചെയ്യാൻ അമേരിക്ക എന്ന വലിയ ശക്തിക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെ അറബ് രാജ്യങ്ങൾക്ക് അപകടം വന്നത്തു. ഇനിയും ഇറാനെ ആക്രമിക്കാനുള്ള നീക്കങ്ങളുമായി അമേരിക്ക മുന്നോട്ട് പോയാൽ, അതിനെ തടുക്കാതിരുന്നാൽ അത് വലിയ തിരിച്ചടികൾ ദൂരവ്യാപകമായി ലഭിക്കുന്നതിലേക്ക് അറബ് രാജ്യങ്ങൾക്ക് ലഭിക്കുന്നതിന് കാരണമാകും. അതുകൊണ്ട് തന്നെ ഇനി ഇറാനെ തൊടേണ്ടതില്ല, തൊടാൻ അനുവദിക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ എത്തുന്നു. എന്ന് മാത്രമല്ല, ഇറാനെ സംബന്ധിച്ച് ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നോക്കുക. ഇറാന് 60 ദിവസത്തേക്ക് ഈ വെടിനിർത്തൽ കരാറിൻ്റെ ആദ്യഘട്ടം നിലനിൽക്കുന്ന ഈ സമയം അത്രയും ആവശ്യത്തിന് ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കാം, അവരുടെ രാജ്യത്ത് കെട്ടിക്കിടക്കുന്ന ക്രൂഡ് ഓയിൽ വിൽപ്പന നടത്താം, അവരുടെ പ്രധാനപ്പെട്ട എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ സജീവമാക്കാം, അവരുടെ വ്യാവസായിക മേഖല അത് ഉയർത്തിയെടുത്ത് കൊണ്ടുവരാം, അന്താരാഷ്ട്ര തലത്തിൽ എണ്ണ വ്യാപാരം നടത്താം, ഹോർമുസ് കടലിടുക്കിലൂടെ അടക്കം ഇറാൻ കപ്പലുകൾക്ക് നിർബാധം എവിടേക്ക് വേണമെങ്കിലും സഞ്ചരിക്കാം. അതൊക്കെ സാമ്പത്തികമായി ഇറാന് വലിയ ഉണർവുണ്ടാക്കുന്നു. ഇതിനിടയിൽ അമേരിക്ക മറ്റൊരു കാര്യം പറഞ്ഞു. $12,000 കോടി അമേരിക്ക തരാൻ പോവുകയാണ്, പിടിച്ചുവെച്ച ഇറാന്റെ ആസ്തികൾ വിട്ടുകൊടുക്കാൻ പോവുകയാണ്, സ്വത്തുക്കൾ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇറാൻ പറഞ്ഞത് ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ ആ സ്വത്ത് ഉപയോഗിക്കുമെന്നാണ്. പക്ഷേ അമേരിക്ക പറയുന്നത് ഇത് ഉപയോഗിച്ച് സോയാബീനും ഗോതമ്പും അതുപോലെ തന്നെ എണ്ണയും ഒക്കെ അമേരിക്കയിൽ നിന്ന് ഇറാൻ വാങ്ങണം എന്ന തരത്തിലേക്ക് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറയുകയുണ്ടായി. പക്ഷെ അപ്പോഴും ഇറാൻ പറഞ്ഞത് എന്താണ്? അതിന് വഴിപ്പെടുകയല്ല, നിങ്ങളത് സ്വന്തമാക്കി തരണം, അത് നിങ്ങളുടെ കടമയാണ്, അത് കരാറിന്റെ ഭാഗമാണ്, അത് കിട്ടിയാൽ അത് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്നാണ് ഇറാന്റെ സെൻട്രൽ ബാങ്കിന്റെ ഗവർണർ പറഞ്ഞത്. അതായത് ഈ വെടിനിർത്തൽ കരാറിന്റെ മറവിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചു എന്നതുകൊണ്ട് ഇറാനെ കൊണ്ട് പലതും സമ്മതിപ്പിക്കാം അല്ലെങ്കിൽ ഇറാനെ വരുതിയിലാക്കാം എന്ന നിലയിലേക്ക് ചില തന്ത്രങ്ങൾ അമേരിക്ക മെനഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പണം ഉപയോഗിച്ച് ഞങ്ങൾ പറയുന്ന സാധനങ്ങൾ ഞങ്ങളിൽ നിന്ന് വാങ്ങണം എന്നൊരു നിബന്ധന അമേരിക്ക മുന്നോട്ട് വെച്ചത്. പക്ഷേ ഒറ്റയടിക്ക് അത് തകർത്ത് തരിപ്പണമാക്കുകയാണ് ഇറാൻ ചെയ്തത്. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ നിങ്ങൾ പറയുന്നത് കേൾക്കുകയുമില്ല, ഞങ്ങൾക്ക് അവകാശപ്പെട്ട പണം എന്തു ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് ഇറാൻ പറയുമ്പോൾ ഈ 60 ദിവസത്തിനപ്പുറം ഇറാൻ പറയുന്നത് തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ നിലപാടിൽ നിന്ന് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇറാൻ ചെയ്യുകയില്ല എന്നു തന്നെ വേണം മനസ്സിലാക്കാൻ. അതാണ് ഇറാന്റെ നിലപാട് എന്നതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത്. നോക്കുക, ഇനി ഇറാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഹോർമുസിൽ ടോൾ പിരിക്കുന്നതടക്കമുള്ള നിരവധി നടപടികളിലേക്ക് ഇറാൻ കടക്കാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ അമേരിക്ക പറയുന്നത് പോലെ, അമേരിക്ക ഇപ്പോൾ പറയുന്നത് ഞങ്ങളും ഹോർമുസിൽ ടോൾ പിരിക്കുമെന്നാണ്. അതല്ലാതെ ഇറാനെ തടയുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഇറാൻ നടത്തുന്ന ഹോർമുസിൽ നടത്തുന്ന നീക്കങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന വിധത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇറാന് മേൽ ഒരു വലിയ പ്രതിരോധം ഉയർത്തുന്ന വിധത്തിൽ ഒരിക്കലും അമേരിക്കയ്ക്ക് ഇറാന് മേൽ ഇനി ഇടപെടാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇറാനിയൻ ഗൺ ബോട്ടുകളായാലും ഇറാൻ്റെ ഡ്രോണുകളായാലും ഇറാൻ്റെ മിസൈലുകളായാലും ഒക്കെ ഇപ്പോഴും ഹോർമുസിനെ ചുറ്റിപ്പറ്റിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു കരാറ് പ്രാബല്യത്തിൽ വന്നു,
അതുകൊണ്ട് ഇനി ഇറാനെ എന്ത് ചെയ്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇറാൻ ഹോർമുസ് തുറന്നു, ഇനി ഇറാനെ നമ്മൾ വിലവെക്കേണ്ടതില്ല, ഇറാനെ നമുക്ക് പതിയെ അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇറാനെ നമുക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ പണി കൊടുക്കാം എന്നൊക്കെ അമേരിക്ക വിചാരിച്ചാൽ അവിടെയും തിരിച്ചടിക്കാൻ ഇറാൻ്റെ കയ്യിൽ ശക്തമായ വെപ്പണായിട്ട് ഈ ഹോർമുസ് കടലിടുക്ക് മാറുകയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇറാൻ്റെ ആണവശേഷി സംബന്ധിച്ചാണ്. ഇറാൻ്റെ ആണവശേഷി എത്രത്തോളം ഉണ്ട് എന്ന് ഇറാൻ്റെ പ്ലാന്റുകളിൽ പോയി പരിശോധന നടത്തുമെന്നൊക്കെയാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും അല്ലെങ്കിൽ അവിടുത്തെ സെൻട്രൽ കമാൻഡും പറയുന്നത്. പക്ഷേ അങ്ങനെ ഞങ്ങൾ ആരെയും അവർ ഉദ്ദേശിക്കുന്ന പോലെ ഇവിടേക്ക് ക്ഷണിച്ചിട്ടില്ല, മറിച്ച് ഞങ്ങളുമായി ചർച്ചകൾ നടത്തി കൃത്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇവിടെ പരിശോധനകൾ നടത്താൻ കഴിയൂ എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കരാർ നിലവിൽ വന്നതിന് ശേഷം അമേരിക്ക കരുതിയത് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഇറാനെ തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരാമെന്നാണ്. അതിനു വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങളുമാണ് അമേരിക്ക ഇപ്പോൾ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി അവരുടെ പ്രഖ്യാപനങ്ങളിലൂടെ അവരുടെ വാക്കുകളിലൂടെയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇറാൻ അമ്പിനും വില്ലിനും അടുക്കാതെ തങ്ങളുടെ നിലപാടിലുറച്ച് ശക്തമായി തന്നെ അങ്ങനെ നിൽക്കുകയാണ്, ഒരു കോട്ട പോലെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടും ഇറാനെ തൊടാൻ കഴിയില്ല, ഇറാനെ ഏതെങ്കിലും തരത്തിൽ ദുർബലപ്പെടുത്താനോ അവരെ തങ്ങളുടെ വരുതിയിലേക്ക് എത്തിക്കാനോ ഒന്നും കഴിയില്ല എന്ന് അമേരിക്കയ്ക്കും ഇസ്രായേലിനും വ്യക്തമായിരിക്കുകയാണ്. ഇസ്രായേലിനാണെങ്കിൽ ഇനി മേലാൽ ഇറാന് നേരെ ആക്രമണം നടത്തരുത് എന്ന കർശന നിർദ്ദേശമാണ് അമേരിക്ക കൊടുത്തിരിക്കുന്നത്. ലെബനനിലായാലും ഇനി ആക്രമണം നടത്തരുത് എന്ന് അമേരിക്ക വീണ്ടും പറയുമ്പോൾ തെക്കൻ ലെബനൻ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന് ഇസ്രായേൽ പറയുന്നുണ്ട്. പക്ഷേ അത് ഉടൻ തന്നെ പരിഹരിക്കും, അവിടെ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിന്മാറ്റുമെന്ന് അമേരിക്ക കൃത്യമായി പറയുന്നു. കാരണം ഇറാൻ ഇനി പ്രകോപിപ്പിച്ചാൽ അതിനുള്ള തിരിച്ചടി ഭയാനകമായിരിക്കും. കാരണം ഹോർമുസിലൂടെ കപ്പലുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു, ഹോർമുസ് സ്വതന്ത്രമായി തുടങ്ങിയിരിക്കുന്നു, ലോകമൊരു സമാധാനത്തിലേക്ക് പോകുന്ന സകല സൂചനകളും ലഭ്യമായി തുടങ്ങിയിരിക്കുന്നു. ഇനി ഇതിനെയൊക്കെ തച്ചു തകർക്കുന്ന വിധത്തിൽ ഇസ്രായേൽ ഒരു ഇടപെടൽ നടത്തിയാൽ അത് അമേരിക്കയ്ക്കും വലിയ തിരിച്ചടിയാകും, ലോകത്തിനും വലിയ തിരിച്ചടിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി കൈവിട്ട കളിയിലേക്കൊന്നും പോകാനുള്ള ഒരു സാധ്യതയുമില്ല. എന്തായാലും ഹോർമുസ് ഇപ്പോൾ സ്വതന്ത്രമായിരിക്കുന്നു. പക്ഷേ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു വലിയ അഗ്നിപർവ്വതം പോലെ വലിയൊരു ആശങ്ക ഉണർത്തിക്കൊണ്ട് തന്നെയാണ് ഹോർമുസിൻ്റെ നിൽപ്പ്. ഇറാൻ അവിടെ പിടിമുറുക്കും തോറും അമേരിക്കയ്ക്ക് അത് വലിയ പ്രകോപനമാകും. അതുപോലെ തന്നെ ഹോർമുസ് അശാന്തമായിരിക്കണമെന്ന് അമേരിക്കയ്ക്ക് ഒരു ചിന്താഗതി ഉണ്ട്. കാരണം എപ്പോഴും ഇങ്ങനെ സംഘർഷങ്ങൾ ഉണ്ടായാൽ ഇന്ധനവില കൂടും, അതുവഴി പല നേട്ടങ്ങളും അമേരിക്ക വെനസ്വേല അടക്കം പിടിച്ചെടുത്ത് ലോകത്തിൻ്റെ എണ്ണ വിപണി നിയന്ത്രിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും എണ്ണവില ഉയർന്നാൽ അതിൻ്റെ പല നേട്ടങ്ങളും അമേരിക്കയ്ക്ക് ഉണ്ടാകുമെന്നും അതുകൊണ്ട് പശ്ചിമേഷ്യയിൽ അശാന്തി തുടരാൻ ട്രംപിന് ഒരാഗ്രഹമുണ്ട് എന്നുമൊക്കെയുള്ള ചർച്ചകൾ മറുവശത്ത് നടക്കുന്നുണ്ട്. പക്ഷേ എന്തു തന്നെയായാലും ഇറാനെ കീഴ്പ്പെടുത്തിക്കൊണ്ട്, ഇറാനെ തളർത്തിക്കൊണ്ട് ഒരു നീക്കത്തിന് ഇനി അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ഒരിക്കലും സാധിക്കില്ല. ഗൾഫ് രാജ്യങ്ങൾ അത്ര വലിയ സമ്മർദ്ദമാണ് അനുഭവിച്ചത്, അതിനനുസരിച്ചുള്ള സമ്മർദ്ദമാണ് ഇപ്പോൾ ഈ കരാറിന് വേണ്ടി ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് മേൽ ചുമത്തിയത്. അതുകൊണ്ട് ഇനി ഇറാനെ ആക്രമിക്കാനുള്ള, ഇറാനെ തൊടാനുള്ള എന്തെങ്കിലും നീക്കങ്ങളിലേക്ക് ഇറങ്ങിയാൽ ശക്തമായ തിരിച്ചടി ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ കൊടുക്കും. അതുകൊണ്ട് തന്നെ ഇറാൻ ഇപ്പോൾ പരിപൂർണ സ്വതന്ത്രമായിരിക്കുന്നു. ഹോർമുസ് പരിപൂർണമായി ഇറാൻ്റെ കാൽ കീഴിലെത്തിയിരിക്കുന്നു. ഇറാൻ ഭരണകൂടം, ഇസ്ലാമിക ഭരണകൂടം ഇത്രയും കാലം മനസ്സിൽ ചിന്തിച്ച് ഒരിക്കലും നടക്കാൻ കഴിയില്ല എന്ന് കരുതി ഒരു സ്വപ്നമായി അവശേഷിച്ചിരുന്നതെല്ലാം ഇറാൻ ഭരണകൂടത്തിന് തുറന്നു കിട്ടപ്പെട്ടിരിക്കുന്നു ഈ യുദ്ധത്തിനൊടുവിൽ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആത്യന്തികമായി അമേരിക്കയും ഇസ്രായേലും ഇറങ്ങിത്തിരിച്ച ലക്ഷ്യങ്ങളെല്ലാം നഷ്ടമായിരിക്കുന്നെന്ന് മാത്രമല്ല, ആത്യന്തികമായി ഇതെല്ലാം തിരിച്ചടിക്കുന്നു, ഇറാന് ഗുണകരമാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം.